സ്ഥിരം മോഷ്ടാവ് പക്കി സുബൈർ പിടിയിലായി. 2 മാസം മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ സുബൈർ മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് അടുത്തു നിന്നാണ് വീണ്ടും പോലീസ് പിടിയിലായത്. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിരവധി മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ പക്കി സുബൈർ കുറച്ച് നാളുകളായി പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ഒരു മോഷണ കേസിൽ അയാൾ ജയിലിലായിരുന്നു. പിന്നീട് കഴിഞ്ഞ മെയ് മാസമാണ് പുറത്തിറങ്ങിയത്. ശേഷം ഒരുപാട് മോഷണങ്ങൾ നടത്തി. ഇയാളുടെ മോഷണത്തിൻ്റെ പ്രത്യേകത അടിവസ്ത്രം ധരിച്ചുകൊണ്ട് മോഷണത്തിന് ഇറങ്ങുന്നു. പുലർകാലങ്ങളിലാണ് മോഷണത്തിന് ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാത്രമായിരിക്കും മോഷണം നടത്തുക. അതുകൊണ്ട് ട്രെയിനിൽ മാത്രമായിരിക്കും ഇയാൾ യാത്ര ചെയ്യുന്നത്. ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. ഒപ്പം തന്നെ ഈ മോഷണം നടത്തിയ ശേഷം ഏതെങ്കിലും ഒരു വീട്ടിൽ, അവസാനം മോഷണം നടത്തിയ വീട്ടിൽ കയറി കുളിക്കുന്ന ശീലമുണ്ട്. അങ്ങനെ ഒരു തരത്തിലും പോലീസിന് പിടികൂടാൻ പറ്റാത്ത തരത്തിലായിരുന്നു ഇയാളുടെ മോഷണമെല്ലാം. പക്ഷേ സി സി ടി വിയിലെല്ലാം ഇയാളുടെ ദൃശ്യങ്ങൾ ഒക്കെ തന്നെ വരികയാണെങ്കിലും ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇയാൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും ഇയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകാത്തതും ഇയാൾക്ക് സുഹൃത്തുക്കളില്ലാത്തതും ഒക്കെ ആയിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നു. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ പക്കി സുബൈർ അർത്ഥനഗ്നനായി, അതായത് അടിവസ്ത്രം ധരിച്ചുകൊണ്ട് അമ്പലപ്പുഴയിലെ 5 കടകളിൽ മോഷണം നടത്തി. മറ്റൊരു വീട്ടിൽ മോഷണം നടത്തി. 35,000 രൂപ അവിടെ നഷ്ടപ്പെട്ടു. അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. കായംകുളത്തുണ്ട്, മാവേലിക്കരയിലുണ്ട്, കുറത്തിയാട് പോലീസ് സ്റ്റേഷനിലുണ്ട്, കരിയിലക്കുളങ്ങര പോലീസ്, അങ്ങനെ ഒരു 6-7 പോലീസ് സ്റ്റേഷനിൽ ഈ 2 മാസം കൊണ്ട് നിരവധി മോഷണം നടത്തി. അങ്ങനെ പോലീസ് ഇയാൾക്ക് വേണ്ടി വട്ടം ചുറ്റുകയാണെങ്കിലും ഇയാളെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് ലഭിച്ചില്ല. അങ്ങനെ ഇന്നലെ രാത്രിയിലാണ് ഇയാൾ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. അങ്ങനെ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് മാവേലിക്കര പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് ഇയാളെ പിടികൂടുന്നത്. അങ്ങനെ പിടികൂടുന്ന ഘട്ടത്തിൽ ഇയാൾ മോഷണത്തിന് ശേഷമായിരുന്നു എവിടെയോ കവർച്ച നടത്തി മടങ്ങി വരുന്ന സമയത്തായിരുന്നു അടിവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. നേരത്തെയൊക്കെ തന്നെ ഇയാൾ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത് ഈ രീതിയിൽ തന്നെ മോഷണം നടത്തുന്ന സ്ഥലത്തെത്തിയാൽ പല തരത്തിൽ CCTVയിൽ ദൃശ്യങ്ങൾ വരുമെങ്കിലും മറ്റ് തെളിവുകൾ ഇയാൾ നശിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായിരുന്നു ഈ കളവ് നടത്തിയ ശേഷം വീട്ടിലുള്ള കുളി. പിന്നീട് ഇയാളെ പോലീസ് പറയുന്നത് ഇയാളെ പിടികൂടാൻ സാധിക്കാത്തത് ഇയാൾക്ക് ഈ സുഹൃത്തുക്കളില്ലാത്തത് കൊണ്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ടുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് കഴിഞ്ഞ 2 മാസം, അതായത് ഇയാൾ പിന്നീട് പോലീസിന് പിടികൂടാൻ സാധിച്ചത്, അതായത് ഇയാൾ കഴിഞ്ഞ തവണ ഏതൊക്കെ കടകളിൽ മോഷണം നടത്തി അതേ സ്ഥലങ്ങളിൽ വീണ്ടും പ്രതികാരം എന്നോണം വീണ്ടും രണ്ടാമത് മോഷ്ടിക്കാൻ എത്തും. അങ്ങനെ ഒരു സൂചന സാധ്യത തേടിയാണ് പോലീസ്. മനീഷ് മഹിവാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രശസ്ത മോഷ്ടാവ് പക്കി സുബൈർ പിടിയിലായി എന്ന വാർത്തയാണ്. വസ്ത്രം വളരെ കുറച്ച് മോഷണത്തിലിറങ്ങുന്ന മഹാമനസ്കനാണ് ഈ മോഷ്ടാവ്.